ചേട്ടാ ഞാൻ ഈ സാരി എടുത്തിട്ട് എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. ശരിക്കും നോക്കിട്ട് പറ ശ്രീയേട്ടാ, നല്ല രസമുണ്ടോന്ന്. നല്ല ഉണ്ടോ ദിവ്യേ? ശ്രീയേട്ടാ ഇപ്പൊ മൊത്തത്തിൽ എങ്ങനെയുണ്ട്, രസമുണ്ടാ? കുഴപ്പമില്ല ദിവ്യ. ഒന്നിങ്ങോട്ട് നോക്കിട്ടെങ്കിലും പറഞ്ഞൂടെ? കൊറേ നേരമായില്ല ഞാൻ ചോദിക്കുന്നത്. കുഴപ്പമില്ല, എന്ത് ചോദിച്ചാലും എന്റെ അവസ്ഥ ഇങ്ങനെയാ, എന്റെ ഒരു വിധി. വാ പോകാം, ഏത് നേരം നോക്കിയാലും ഫോണിൽ തന്നെ. ദിവ്യ ശ്രീയേട്ടാ അങ്ങോട്ട് നോക്ക്, ആ ഏച്ചിനെ കാണാൻ നല്ല ഭംഗിയില്ല. റോഡാകുമ്പോൾ പല ആളും ഉണ്ടാവും. നീ നടങ്ങിയിരിക്കേ. അതിനിപ്പൊന്നോ ചേട്ടാ, ഒന്ന് നോക്ക്. അയി മാത്രമേ ഇത്ര നോക്കേ. അതൊരു ആന്റിയാണ് എന്റെ ദിവ്യേ. അതിനിപ്പോ എന്താ, നല്ല ഭംഗിയില്ലേ കാണേ. മുടിയാണേ നല്ല ഭംഗിയുണ്ട്. എന്താ ഭംഗിയ മുടിയാണേ. ദിവ്യ ഇതൊക്കെ മറ്റേ ചെകുത്താൻ കയറിയാ ആണേ. ഇവിടെ എന്നാ ബസ് കിട്ടൂല ചേട്ടാ, നമുക്ക് പോകാം, അപ്പുറത്തേക്ക് കയറാം. ദിവ്യേ നിങ്ങക്ക് എന്റെ ഭംഗി നോക്കാനാ പറ്റാത്തല്ലേ? നിങ്ങക്ക് വഴിയെ പോന്ന ആന്റിമാരുടെ ഭംഗി വർണ്ണിക്ക എന്താ ഒരു മിടുക്ക്. എന്റെ ശിവനെ, നീ നോക്ക് നോക്ക് മറ്റേ നോക്കിയിട്ട് പണ്ടല്ലേ മൊത്തം കുറ്റം. ആ ഞാനത് മനഃപൂർവ്വം ചെയ്ത് തന്നെയാ. ഞാനൊരു നല്ല ഡ്രസ് ഇട്ടിട്ട് വന്നാ നിങ്ങൾക്കത് നോക്കാൻ പോലും സമയമില്ലല്ലോ. നീ എന്തെന്നാ എന്റെ ദിവ്യ പറയുന്നു? എന്റെ ഭംഗി നോക്കാത്ത ആള് പുറത്തിറങ്ങുമ്പോ മറ്റുള്ളവരെ ഭംഗി നോക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ചെയ്ത് തന്നെയാ. കളി സുന്ദരോ, എന്റെ പൊന്നോക്കിട്ട് ഞാൻ തന്നെ പിന്നെയും പറഞ്ഞിട്ടാ നിൽക്കുന്നത്. ഓ പിന്നെ ഇപ്പൊ സോപ്പിടാൻ നോക്കണ്ട കേട്ടാ. എന്നാലും ഞാൻ പാവം ഫാമിലിനെ വില ഇടക്കില്ല. അവര് നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവാന്ന് തോന്നുന്നു. സരസോ ഒരു ഗ്ലാസ് വെള്ളം കണ്ടാ? നിങ്ങൾക്ക് ഞാൻ വെള്ളമല്ല തരുന്നത്. അല്ല എനിക്ക് ബന്ധം പറ്റിയേ. അല്ല നേരത്തെ ഞാൻ കണ്ടാ റോഡ് കൂടെ പോണ പെണ്ണെ തിരിഞ്ഞ് നോക്കുന്നത്. ഓളോട് കൊണ്ടുവരാൻ പറയും. എന്റെ ഭഗവാനെ, ഞാൻ ആരെയാ നോക്കിയേ? നീ എന്ന് നീ പറയുന്നത്? എന്റെ അടുത്ത് കിടന്ന് ഉരുളണ്ട കേട്ടാ. ചെറുപ്പക്കാരികളെ കാണുമ്പോ പെങ്ങളെപ്പോലുള്ള വയസ്സന്മാർക്ക് ഇളക്കം കുറച്ച് കൂടുതലാ.